നമുക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലോ? സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. ഏതാണ്ടൊക്കെ എല്ലാ വീട്ടിലും ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമുക്ക് തന്നെ ഇതുണ്ടാക്കി നല്ല രീതിയിൽ, അതായത് നമ്മളുടെ അയൽപക്കത്ത് കൊടുക്കാം, നമ്മളുടെ ചുറ്റളവിലുള്ള കടകളിൽ കൊടുക്കാം, നല്ല രീതിയിൽ വിപണനം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. ഈ ഒരു വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാലോ? ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ഒരു ബിസിനസ്സായിട്ട് അതിനെ കാണാൻ പറ്റും. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് സ്ക്വാഷ് ആണ്. എന്തൊക്കെയാണ് അതിന് വേണ്ടത്? ഓറഞ്ച് എസൻസ് വേണം 160 മില്ലി, ഓറഞ്ച് കളർ വേണം 140 ഗ്രാം, സിട്രിക് ആസിഡ് വേണം 60 ഗ്രാം, പിന്നെ പ്രിസർവേറ്റീവ്സ് വേണം 60 ഗ്രാം. ഇത് പ്രിസർവേറ്റീവ്സ് കെമിക്കൽ ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ തരും. അതിൻ്റെ പേര് ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സിമ്പിൾ സിറപ്പ് വേണം നമുക്കൊരു 16 ലിറ്റർ വേണം. ഇതും കെമിക്കൽ ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം, അത് വരുത്തി അവർ തരും. പിന്നെ വേണ്ടത് ഫോമാണ് വേണ്ടത്, 30 ഗ്രാം വേണം. അവൾ എന്താണ് ഇനി ഇത് ചെയ്യേണ്ടത്? ഇതെല്ലാം അവിടെ കിട്ടുന്നതാണ് കേട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളത്തിലേക്ക് നമ്മൾ സിട്രിക് ആസിഡ് ലയിപ്പിക്കണം. അത് ലയിപ്പിച്ചതിന് ശേഷം സിറപ്പിലേക്ക്, അതായത് സിമ്പിൾ സിറപ്പ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്, ആ സിറപ്പിലേക്ക് കലർത്തുക. ഈ മിശ്രിതത്തിലേക്ക് കളറും എസൻസും ഫോമും എല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മളുടെ ഓറഞ്ച് സ്ക്വാഷ് റെഡിയായി കഴിഞ്ഞു. ഇതിനി പ്രിസർവേറ്റീവ്സ് എപ്പോഴാണ് ചേർക്കേണ്ടത്? കാരണം നമ്മൾ ഇത് റെഡിയാക്കി വെച്ചതേ ഉള്ളൂ. പ്രിസർവേറ്റീവ് ചേർക്കേണ്ടത് ജസ്റ്റ് ബോട്ടിലിങ്ങിന് മുമ്പാണ്. അതായത് ബോട്ടിലേക്ക് പകരുന്നതിന് മുമ്പ് പ്രിസർവേറ്റീവ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ബോട്ടിൽ ചെയ്യുക. ബോട്ടിൽ എവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ബാക്കിയുള്ള വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട്, അത് കണ്ടു നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.